ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ടേസ്റ്റിയായൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കുക. ഞാനൊരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനി ഒന്ന് ചൂടാക്കി എടുക്കുക. റോബസ്റ്റ പഴം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സോഫ്റ്റായി വന്നോളൂ. സോഫ്റ്റായി വന്ന പഴത്തിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തത് 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം പഞ്ചസാര വേണ്ടെങ്കിലും യൂസ് ചെയ്യാം. പഴവും ശർക്കരയും കൂടി യോജിച്ച് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ശർക്കര നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഡെസിഗേറ്റ് കോക്കനട്ടും 2 ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും ശർക്കരയും പഴവും കൂടി നന്നായി മിക്സായി വരണം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി വേണം ഇതുപോലെ ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചതച്ചെടുത്ത 2 ഏലക്കായിൻ്റെ കുരു, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ അരിപ്പൊടിയും കൂടി ഇടാം. 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി എല്ലാം കൂടി ഒന്നിച്ചിടാൻ പാടില്ല. കുറേശ്ശെ ഇട്ട് ഇത് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കണം. പൊടി കൂടി പോയി കഴിഞ്ഞാൽ ഈ പലഹാരത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഹാർഡായിപ്പോകും. ഈ ഒരു പഴത്തിന് ഈ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി കറക്റ്റായിരുന്നു. ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പൊടി ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ നല്ല ചൂടൊന്ന് മാറണം. ഇതിപ്പം നല്ല ചൂട് മാറിയിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ഒന്ന് കുഴച്ച് ഇത് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ബോൾസ് ആക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണ്ടിക്കലും ഇത് ഉണ്ടാക്കാം. ഞാൻ ഇത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ ചെയ്യാം. ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി ഇത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീമറിന് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാ ബോൾസും വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായി വെന്ത് വന്നു. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്ത് മാറ്റാം. ഇതൊരു ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മണവും കൂടി ഉണ്ടാവും ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡിയായി. മധുരം ഇല്ലാത്തൊരു കട്ടൻ ചായയും ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.